إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والسابقون السابقون أولئك المقربون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇരു ലോകത്തെയും സന്തോഷവും സമാധാനവുമാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. ഒരിക്കൽ വിവിധ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു സ്വഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രയാസകരമായ ആ അവസ്ഥ കണ്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമാ കുൻത തദ്ഉ അമാ കുൻത തസ്അലു റബ്ബക്കൽ ആഫിയ, നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറില്ലേ? നിന്റെ ഈ പ്രയാസം നീങ്ങി സൗഖ്യം ലഭിക്കാൻ നീ അള്ളാഹുവിനോട് തേടാറില്ലേ? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവേ, നീ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രയാസം വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇഹലോകത്ത് വെച്ച് തന്നെ നീ എന്നെ ബുദ്ധിമുട്ടിച്ചോളൂ, പരലോകത്ത് എനിക്ക് സൗഖ്യം തരണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ആ സ്വഹാബി പ്രതികരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമകരമായ അത്ഭുതകരമായ സംഭവമുണ്ടാകുമ്പോൾ പറയുന്ന വാചകമായ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് പറഞ്ഞു, നീ ഒരിക്കലും അങ്ങനെ ദുആ ചെയ്യരുത്. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന, അല്ലാഹുവേ, ഇഹലോകത്ത് നീ എനിക്ക് നല്ലത് തരണേ, പരലോകത്തും നല്ലത് തരണേ, നരകശിക്ഷയിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണേ എന്നായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ആ സ്വഹാബി പിന്നീട് അപ്രകാരം പ്രാർത്ഥിക്കുകയും ആ പ്രതിസന്ധിയിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് അദ്ദേഹം കരകയറുകയും ചെയ്തു എന്നാണ് ഹദീസിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, ഇഹലോക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ പാടെ ഉപേക്ഷിക്കണം എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. പരലോക ജീവിയായി ഇബാദത്തുകളിൽ മുഴുകി മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് ജീവിക്കണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. പരലോകത്തെ മറന്ന് ഇഹലോകത്തിൻ്റെ പിന്നാലെ നെട്ടോട്ടമോടാൻ ഇസ്ലാം അനുവദിക്കുന്നുമില്ല. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഇഹലോകത്തിന് അതിൻ്റേതായ പ്രാധാന്യം, പരലോകത്തിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്.
അള്ളാഹു പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ മുൻനിർത്തി പരലോകത്തെ നീ തേടുക. നിനക്ക് കിട്ടിയത് കൊണ്ട് നീ പരലോകത്തെ ആഗ്രഹിച്ചു കൊള്ളുക. വലാ തൻസ നസീബക മിനദ് ദുനിയ, ഐഹിക ജീവിതത്തിലെ നിന്റെ ഓഹരി നീ മറന്നു പോവുകയും വേണ്ട. ഇഹലോകത്ത് നീ മറക്കണ്ട, പക്ഷേ പരലോകത്തെ ആയിരിക്കണം നീ ആഗ്രഹിക്കുകയും തേടിപ്പിടിക്കുകയും ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയെല്ലാം പഠിപ്പിക്കുമ്പോഴും പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകം വളരെ നിസാരമാണ് എന്നും നൈമിഷികമാണ് എന്നും നശ്വരമാണ് എന്നും ഇസ്ലാം നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുകയാണ്. പരലോകം അതാണ് മെച്ചമായിട്ടുള്ളത്, ഇഹലോകം അത് തുച്ഛമാണ് എന്ന് പഠിപ്പിക്കുന്ന ധാരാളം അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ നബിയെ, അങ്ങ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, മതാഉദ് ദുനിയ ഖലീൽ, ഐഹിക ജീവിതം വളരെ കുറച്ച് മാത്രമാണ്, അത് തുച്ഛമാണ്. വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ, തഖ്വയുള്ള ആളുകൾക്ക് പരലോകമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 77-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിന്റെ 185-ാമത്തെ വചനത്തിലും സൂറത്തു തൗബയിലെ 38-ാമത്തെ വചനത്തിലുമൊക്കെ ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, പരലോകത്തിന്റെ വിശാലത, ഇഹലോകത്തിന്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുന്ന എത്രയെത്ര ഉപമകളും ഉദാഹരണങ്ങളുമാണ് വിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു കിടക്കുന്നത്. അള്ളാഹു ഇഹലോകത്തെക്കുറിച്ച് പറഞ്ഞത് മതാഉൽ ഖുറൂർ, വഞ്ചനയുടെ ചരക്കാണ്, കബളിപ്പിക്കുന്ന വിഭവമാണ് ഇഹലോകം എന്ന് അള്ളാഹു ഒരിടത്ത് പഠിപ്പിച്ചുവെങ്കിൽ ലഇബുൻ, ഇഹലോകം ഒരു കളിയാണ്, ലഹുവുൻ, ഇഹലോകം ഒരു വിനോദമാണ്, സീനത്തുൻ, ഇഹലോകം ഒരു അലങ്കാരമാണ്, തഫാഖുറുൻ, ഇഹലോകം ഒരു ദുരഭിമാനമാണ്, തകാസുറുൻ, ഇഹലോകം പരസ്പരം പെരുമ നടിക്കാൻ അള്ളാഹു തന്നതാണ് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എത്രത്തോളം അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച്, അള്ളാഹു സൃഷ്ടിച്ച ഭൂമിയിൽ ജീവിച്ച് അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർക്കും, അള്ളാഹുവിനെ നിഷേധിച്ചും അവനിൽ പങ്കുചേർത്തും തോന്നിയതുപോലെ ജീവിക്കുന്നവർക്കും ഇഹലോകത്തെ സുഖ സൗകര്യങ്ങൾ അള്ളാഹു കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നോ, ഇഹലോകമല്ലേ അത്രയും നിസാരമായതുകൊണ്ടാണ് അള്ളാഹു അത് കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊല, ഒരു കൊതുകിന്റെ ചിറകിന്റെ പരിഗണനയെങ്കിലും ഇഹലോകത്തിന് അള്ളാഹു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാഫിറും ഒരു തുള്ളി വെള്ളം കുടിക്കില്ലായിരുന്നു. ഇഹലോകത്ത് കാഫിർ വെള്ളം കുടിച്ചത് എന്തുകൊണ്ടാണ്? ഇഹലോകം അത്ര നിസാരമായിട്ടേ അള്ളാഹു കാണുന്നുള്ളൂ എന്നതുകൊണ്ടാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഉപമകളിലൂടെ അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ തൻ്റെ വിരൽ കടലിൽ മുക്കി പുറത്തെടുത്താൽ ആ വിരൽ തുമ്പിൽ കാണുന്ന ചെറിയ തുള്ളി വെള്ളമില്ലേ, വെള്ളത്തുള്ളിയില്ലേ, അതാണ് ഇഹലോകം. ആ പാരാവാരം, ആ സാഗരം മുഴുവൻ അത് പരലോകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ചത്ത ആടിനെ പിടിച്ച് ഇതിനെ ആർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ, ആർക്കും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഫ്രീ ആയി തരാമെന്ന് പറഞ്ഞപ്പോഴും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലെയാണ് ഇഹലോകത്തിന് അള്ളാഹു കൊടുക്കുന്നത് എന്നാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, മഹാനായ ലഹാഖ് ബിൻ സുഫിയാൻ അൽ കിലാബി റളിയല്ലാഹു തആല അൻഹു, സ്വഹാബികളുടെ കൂട്ടത്തിൽ നല്ല ഭക്ഷണം കഴിക്കുന്ന അല്പം സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് സ്വഹാബികൾ കേൾക്കെ ഇരുത്തി ചിന്തിപ്പിക്കാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ലഹാഖ് മാദാ തുഅമുക, ലഹാഖേ, നിന്റെ ഭക്ഷണ രീതി എന്താണ്? നീ എന്താണ് കഴിക്കാറുള്ളത്? അദ്ദേഹം ഒരു അഭിമാനത്തോടെ പറഞ്ഞു, അല്ലഹ്മു വല്ലബനു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലഹ്മു വല്ലബനു, ഞാൻ നന്നായി മാംസം കഴിക്കും, നന്നായി പാല് കുടിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, സുമ്മ യസീറു ഇലാ മാദാ, ലഹാഖേ, നീ കുടിക്കുന്നത് പാലാണെങ്കിലും നീ കഴിക്കുന്നത് മാംസമാണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞാൽ അതെന്തായിത്തീരും? അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു, ഇലാമാ ഖദ് അലിംത യാ റസൂലല്ലാഹ്, റസൂലേ, നിങ്ങൾക്കറിയില്ലേ എന്താണാവുക എന്ന്? അത് തന്നെയാണാവുക. എന്ത് കുടിച്ചാലും മൂത്രമാകും, എന്ത് കഴിച്ചാലും മലമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഫഇന്നല്ലാഹ തബാറക വതആല ലറബ മാ യഖ്റുജു മിൻ ഇബ്നി ആദം മസലൻ ലിദ്ദുനിയ, എങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക,
മനുഷ്യൻ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും പിന്നീട് വേസ്റ്റായി പുറന്തള്ളുന്ന മലവും മൂത്രവുമില്ലേ, അതുപോലെയാണ് ഇഹലോകത്തിന് അള്ളാഹു ഉപമ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രയേ ഉള്ളൂ. നാം എന്തൊക്കെ നേടിയാലും, എവിടെയൊക്കെ എത്തിപ്പെട്ടാലും, ഏത് സ്ഥാനമാനങ്ങൾ കൈയാളിയാലും, ഏത് സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെട്ടാലും, എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും, എല്ലാം വിട്ടേച്ച് പോകുന്ന, കണ്ണടച്ചു പോകുന്നൊരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എന്ന ബോധം സദാസമയവും നമ്മൾ നിലനിർത്തണം. പക്ഷേ മനുഷ്യന്റെ പൊതു സ്വഭാവം എന്താണ്? ഞാനടക്കമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പൊതു സ്വഭാവം എന്താണ്? വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഐഹിക ജീവിതത്തിന് നിങ്ങൾ അമിത പ്രാധാന്യം നൽകുകയാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, എന്നും നിലനിൽക്കുന്നത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അത് പരലോകമാണ്. അല്ല പറയാണ്, മനുഷ്യൻ ഇഹലോകത്തിന്റെ പിന്നാലെ പോവുകയാണ്. എന്നും നിലനിൽക്കുന്നത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പരലോകമാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. കല്ലാ, അങ്ങനെയല്ല, ബൽ തുഹിബ്ബൂനൽ ആജില, നിങ്ങൾ ക്ഷണികമായതിനെയാണ് ഇഷ്ടപ്പെടുന്നത്, താൽക്കാലികമായതിനെ, നശ്വരമായതിനെ, എപ്പോഴും തീർന്നു പോകാവുന്നതിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. വതദറൂനൽ ആഖിറ, പരലോകത്തെ നിങ്ങൾ വിട്ടേക്കുകയാണ്, മറന്നു പോവുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അപകടം എന്താ എന്ന് ചോദിച്ചാൽ പരലോകത്തെ നമ്മൾ മറക്കുന്നു എന്നതാണ്. പരലോകത്തെ ഓർക്കുന്ന സംഭവ വികാസങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കെന്തൊരു ഈമാനാണ്. പക്ഷേ വീണ്ടും ആ ഈമാൻ ഇങ്ങനെ കുറയുകയും ഇഹലോകത്തിന്റെ പിന്നാലെ പോയി പരലോകത്തെ മറന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മുഖ്യ അജണ്ട, ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം പാരത്രിക ലോകത്തെ വിജയമായിരിക്കണം. അങ്ങനെയാണോ നാം ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സുപരിചിതമായ, നാം ധാരാളം തവണ കേട്ട് പരിചയിച്ച ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു, ഏതെങ്കിലും ഒരാളുടെ മുഖ്യ അജണ്ട, പ്രധാന ലക്ഷ്യം പരലോകമാണെങ്കിൽ, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ മനസ്സിൽ മുഴുവൻ അല്ലാഹു സമാധാനം, ഐശ്വര്യം നിറച്ചു തരും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വജമഅ ലഹു ശംലഹു, അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു ഒരുമിപ്പിച്ചു കൊടുക്കും. വഅതതഹു ദുനിയാ വഹിയ റാഗിമ, അവൻ വേണ്ടെന്ന് വെച്ച, നിസാരമായ, വേണ്ടെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ പോലും ഇഹലോകത്ത് അവന് കിട്ടും. റസൂലുള്ള പറയുകയാണ്, നിങ്ങൾ പരലോകത്തെ ആഗ്രഹിച്ചാൽ ഇഹലോകത്ത് തന്നെ സമാധാനമുള്ള ജീവിതം ഉണ്ടാകും. നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരും. നിങ്ങൾക്ക് വേണ്ടെന്ന് വിചാരിച്ച സൗകര്യങ്ങൾ പോലും ഇങ്ങോട്ട് കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തുടർന്ന് അവിടുന്ന് പറയുകയാണ്, വമൻ കാനത്തി ദുനിയാ ഹമ്മഹു, ഒരാളുടെ മുഖ്യ അജണ്ട ഇഹലോകമാണെങ്കിൽ, ഭാര്യയും മക്കളും വീടും കുടുംബവും പാടവും പറമ്പും പണ്ടവും പണവുമാണ് ഒരാളുടെ ജീവിതത്തിന്റെ അജണ്ടയെങ്കിൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ അല്ലാഹു ധാരാളം ആവശ്യങ്ങൾ ഇട്ടുകൊടുക്കും, ദാരിദ്ര്യം അല്ലാഹു ഇട്ടുകൊടുക്കും. വഫറക അലൈഹി ശംലഹു, അവന്റെ ആവശ്യങ്ങളെ അല്ലാഹു ഛിന്ന ഭിന്നമാക്കും. വലം യഅതിഹി മിനദ് ദുനിയാ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, ഇഹലോകത്ത് എന്തോ ചിലത് കണക്കാക്കിയതല്ലാത്ത ഒന്നും അവന് കിട്ടുകയുമില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പാരത്രിക ലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണോ എന്നറിയാൻ ചില ലക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവസരങ്ങൾ പാഴാക്കുകയില്ല എന്നതാണ്. സൽക്കർമ്മങ്ങൾക്ക് കിട്ടുന്ന ഒരവസരവും ഒരു വിശ്വാസി പാഴാക്കുകയില്ല എന്നതാണ്. അവൻ പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇർതഹലത്തി ദുനിയാ മുദ്ബിറ, ദുനിയാവ് നിങ്ങളോട് പിന്നിലേക്ക് പോവുകയാണ്. ഓരോ നിമിഷവും ഇഹലോകത്തോട് നിങ്ങൾ വിട പറയുകയാണ്. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, പരലോകം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ചിലർ ഇഹലോകത്തിന്റെ ആളുകളാണ്, ചിലർ പരലോകത്തിന്റെ ആളുകളാണ്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, വിശ്വാസികളെ നിങ്ങൾ പരലോകത്തിന്റെ ആളുകളാകണേ. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ഇഹലോകത്തിന്റെ ആളുകളാകല്ലേ. ഫഇന്നൽ യൗമ അമലുൻ, ഇവിടെ നമുക്ക് അമലുകൾ ചെയ്യാനുള്ള ലോകമാണ്. വലാ ഹിസാബ്, നമ്മെ ആരും വിചാരണ ചെയ്യാൻ വരികയില്ല. വഗദൻ, എന്നാൽ നാളെ ഖബറിൽ, ജീവിതത്തിൽ ബർസഖി ലോകത്തുണ്ടല്ലോ ഹിസാബ്, വലാ അമൽ, അത് വിചാരണയുടെ ലോകമാണ്. ഒരു അമല് പോലും അധികം ചെയ്യാനാകില്ല എന്ന്
മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹോദരങ്ങളെ, സലഫുകൾ പറഞ്ഞു വെച്ച വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. അദ്ദുനിയ സലാസതു അയ്യാം, അദ്ദുനിയ സലാസതു അയ്യാം. ഇഹലോകം എന്ന് പറഞ്ഞാൽ വെറും 3 ദിവസമാണ്. 1 ഇന്നലെ, 2 ഇന്ന്, 3 നാളെ. എന്നിട്ട് സലഫുകൾ പറഞ്ഞു, അൽ അംസ്, ഇന്നലെ എന്നത് ഇഷ്നാഹു വലൈ യഊദ്, അത് ജീവിച്ചു തീർന്നു, ഇനി തിരിച്ചു കിട്ടുകയില്ല. ഇന്നലെ എന്നൊരു ദിവസം ജീവിതത്തിൽ ഇനി കടന്നു വരില്ല. വൽ യൗം, രണ്ടാമത്തേത് ഇന്നാണ്. നഈഷുഹു, ഇപ്പോൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. വലൈ യദൂം, ഇത് കുറേ സമയമുണ്ടാവുകയില്ല. ഇന്നെന്ന ദിവസം കുറേ നേരത്തേക്ക് കാത്തു നിൽക്കുകയില്ല. വൽ ഗദ്, മൂന്നാമത്തേത് നാളെയാണ്. ലാ നദ്രി ഐന സനകൂൻ, നാളെ നമ്മൾ ഉണ്ടാകുമോ നമുക്ക് പറയുക സാധ്യമല്ല. ഇന്നലെ തീർന്നുപോയി, നാളെ ഉണ്ടാകുമെന്നുറപ്പില്ല. ഇന്നിനെ ഉപയോഗപ്പെടുത്തുന്നവരാകാൻ മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഹസനുൽ ബസ്രി റഹിമഹുല്ലാ ഭാവനയുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ഓരോ ദിവസവും നേരം പുലരുമ്പോൾ ആ ദിവസം നമ്മോട് പറയുകയാണത്രേ, മാ മിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ യുനാദി വയഖൂൽ യബ്ന ആദം അന യൗമുൻ ജദീദ് വഅലാ അമലിക ഷഹീദ് ഫതസവ്വദ് മിന്നി ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. ഓരോ ദിവസവും നേരം പുലരുമ്പോൾ ആ ദിവസം മനുഷ്യരോട് പറയുമെത്രേ, അന യൗമുൻ ജദീദ്, എടോ നിന്റെ ജീവിതത്തിലേക്ക് ഞാനിതാ ഒരു പുതിയ ദിവസമായി വന്നിരിക്കുകയാണ്. ഫതസവ്വദ് മിന്നി, എന്നെ ഉപയോഗപ്പെടുത്തി ധാരാളം നന്മകൾ ചെയ്തോ. വഅലാ അമലിക ഷഹീദ്, നീ എന്തൊക്കെ ചെയ്യുമെന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയാനുള്ളവനാണ് ദിവസമാകുന്ന ഞാൻ. ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഇന്ന് ഞാൻ നിന്നോട് വിട പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടുകയില്ല. വിശ്വാസികളെ, ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്താൻ, മരണം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാമത്തിസ് സാഅ, അന്ത്യദിനം സംഭവിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വഫീ യദി അഹദികും ഫസീല, പക്ഷേ കയ്യിൽ ഒരു ഈത്തപ്പന തയ്യുമുണ്ടെങ്കിൽ ഫൽയഗ്രിസ്ഹ, വേഗത്തിൽ അതൊന്ന് നട്ടുപിടിപ്പിക്കണം. ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, ഒരിക്കലും അന്ന് ഒരു ഈത്തപ്പന കുഴിച്ചിട്ട് വളർന്നു വലുതായി മറ്റുള്ളവർക്കോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു ജീവിക്കോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കാനില്ല. കാരണം ലോകം അവസാനിക്കുകയാണ്. എന്നിരുന്നാലും അത് നട്ടുപിടിപ്പിക്കണമെന്ന് പറയാനുള്ള കാരണം, ഒരു വിശ്വാസി കർമ്മങ്ങൾക്ക് അവസരം കിട്ടിയാൽ 1 സെക്കൻഡ് പോലും കാത്തു നിൽക്കാൻ പാടില്ല എന്നതാണ് പഠിപ്പിക്കുന്നത് എന്ന് മുഹദ്ദിസുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, മരണശേഷം ഒന്നും ചെയ്യാനാകില്ലല്ലോ എന്ന ചിന്ത മരണത്തിന് മുമ്പ് നന്നായി ഒരുങ്ങാൻ നമ്മെ സഹായിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറിൻ ദുഫിന ഹദീസ, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഒരു ഖബറിനരികിലൂടെ നടന്നുപോയി. ദുഫിന ഹദീസ, നനഞ്ഞ മണ്ണുള്ള പുതുതായി ഖബറടക്കിയ ഒരു പുതിയ ഖബറിന്റെ അരികിലൂടെയാണ് ഞങ്ങൾ നടന്നു പോയത്. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു, റകഅതാനി ഖഫീഫതാനി മിമ്മാ തഹ്കിറൂന വതൻഫിലൂൻ, 2 റകഅത്ത് നമസ്കാരം ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കുന്ന, സുന്നത്തായി നിർവഹിക്കുന്ന, വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുന്ന, നിസാരമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന 2 റകഅത്തില്ലേ, അത് യസീദുഹുമാ ഹാദാ ഫി അമലിഹി അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാക്കും, ദുനിയാവിൽ എത്ര കാലം ജീവിക്കുന്നതിനേക്കാളും ഇഷ്ടം അങ്ങനെ ഒരു 2 റകഅത്ത് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ഈ ഖബറാളി ആഗ്രഹിക്കുന്നത് എന്നാണ്. ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നോ, ഒരു 2 റകഅത്ത് കൂടി എനിക്ക് നിർവഹിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരു 2 റകഅത്തും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായി കണ്ടുകൂടാ. സുബ്ഹിന് മുമ്പുള്ള 2 മറ്റു റവാത്തിബുൽ സുന്നത്തുകൾ പള്ളിയിൽ കയറിയാലുള്ളത്, ദുഹാ നമസ്കാരം, രാത്രി നമസ്കാരം, നിസ്കാരം മാത്രമല്ല ഏത് കർമ്മങ്ങളും പാഴാക്കാതെ നിർവഹിക്കാൻ മുഅ്മിനീങ്ങളെ നമുക്ക് സാധിക്കണം. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജനാസ, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഒരു മയ്യത്ത് സംസ്കരണ മുറകളിൽ പങ്കെടുക്കുകയായിരുന്നു. പക്ഷേ ഖബറടക്കാൻ ചെന്നപ്പോൾ ഖബർ കുഴിച്ച് പൂർത്തിയായിട്ടില്ല. ഫജലസ അലാ ഷഫീരിൽ ഖബർ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഒരു അരികിലേക്ക് മാറിയിരുന്നു. ഫബകാ, റസൂലുള്ളാഹി കരയാൻ തുടങ്ങി. ഹത്താ ബല്ലസ്തറ, പ്രവാചകന്റെ കണ്ണുനീര് താടി രോമങ്ങൾ നനച്ച് ഉതിർന്നു വീണ് അവിടെ ഇരിക്കുന്ന മണൽ പോലും നനഞ്ഞു കുതിർന്നു. ഫഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു, യാ ഇഖ്വാനി യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫാഇതു, ഇതുപോലൊരു ദിവസം നമുക്കുമില്ലേ, അന്നത്തേക്കൊരുങ്ങിക്കോ, ഇതുപോലെ ഖബറിൽ വന്ന് കിടക്കണ്ടേ, അന്നത്തേക്കൊരുങ്ങിക്കോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങൾ, എത്രത്തോളം എന്നോ, ധാരാളം നന്മകൾ ചെയ്തവർ പോലും
കുറച്ചുകൂടി ചെയ്യാമായിരുന്നു എന്ന് തിരിഞ്ഞു ചിന്തിക്കുന്ന ഒരു ദിവസമാണ് എനിക്കും നിങ്ങൾക്കും വരാനുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ അന്ന റജുലൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, യുജറു അലാ വജീഹി മിൻ യൗമി വുലിദ ഇലാ യൗമി യമൂതു ഹറമ ഫീ മർളാത്തില്ലാ, താൻ ജനിച്ച ദിവസം മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന ദിവസം വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുഖം നിലത്ത് വലിച്ചിഴച്ച് അധ്വാനിച്ചാലും ലഹക്കറഹു യൗമൽ ഖിയാമ, കുറഞ്ഞു പോയോ എന്ന് അവൻ അന്ത്യനാളിൽ ചിന്തിച്ചു പോകും. സഹോദരങ്ങളെ, എത്ര നന്മകൾ ചെയ്താലും ഇനിയും ആകാമായിരുന്നു എന്ന് ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ധാരാളം ഖുർആൻ ഓതാമായിരുന്നു, എനിക്ക് ദിക്റുകൾ ചൊല്ലാമായിരുന്നു, എനിക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാമായിരുന്നു. എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ പെരുമാറ്റം, എൻ്റെ ഭർത്താവിനോടുള്ള എൻ്റെ ബഹുമാനം, എൻ്റെ മക്കൾ വളർത്തുന്ന വിഷയത്തിൽ, എൻ്റെ മാതാപിതാക്കളോടുള്ള എൻ്റെ അധ്യാപനത്തിൽ എല്ലാം എനിക്ക് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നാം തയ്യാറാകണം. നാം വിശ്വാസിയാണെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവൻ്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന തൗഹീദിന്റെ ഉടമയാണെങ്കിൽ അതിൻ്റെ പൂരകമാണ് അമലുകൾ ധാരാളം ചെയ്യുക എന്ന്. വിശുദ്ധ ഖുർആൻ 75 സ്ഥലങ്ങളിലാണ് ആമനു വഅമലു സ്വാലിഹാത്ത്, വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നത് ചേർത്തി പറഞ്ഞത്. ഈമാനുള്ളവരാണോ നമ്മൾ? അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഉണ്ടോ എങ്കിൽ നമുക്ക് ഇഹലോകത്തും പരലോകത്തും സന്തോഷിക്കാൻ കഴിയും. ഖുർആൻ പറയുകയാണ്, മൻ അമില സ്വാലിഹാ മിൻ ദക്കരിൻ വ ഉൻസാ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. മൻ അമില സ്വാലിഹാ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, വഹുവ മുഅ്മിൻ, ഈമാനുള്ളവനായാണ് അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ, അവന് നാം നല്ലൊരു ജീവിതം കൊടുക്കുന്നതാണ്. മുഫസ്സിറുകൾ പറയാണ്, അവിടെ ഹയാത്തൻ ത്വയ്യിബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിദ്ദുനിയ, ഇഹലോകത്താണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇഹലോകത്ത് തന്നെ സന്തോഷമുള്ള, സംതൃപ്തിയുള്ള ഒരു ജീവിതം അള്ളാഹു കൊടുക്കും. തീർന്നില്ല, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത നന്മക്കനുസരിച്ചുള്ള പ്രതിഫലം പരലോകത്ത് അള്ളാഹു വേറെയും കൊടുക്കും എന്നാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, ഏ മനുഷ്യ, തഫറഗ് ലിഇബാദതി, എന്നെ ആരാധിക്കാൻ നീ സമയം കണ്ടെത്ത്. നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, ധർമ്മങ്ങൾ ചെയ്യാൻ, ദിക്ർ ചൊല്ലാൻ, ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ക്ലാസ്സിന് വരാൻ, സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ, തഫറഗ്, ഒഴിവുണ്ടാക്കി നീ പ്രവേശിക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അംല സുദറക ഗിന, എങ്കിൽ നിന്റെ മനസ്സിൽ ഞാൻ സമാധാനം നിറച്ചു തരാം. വ അസുദ്ദ ഫഖറക, നിന്റെ ആവശ്യങ്ങൾ ഞാൻ തീർത്തു തരാം. നിന്റെ കടം ഞാൻ വീട്ടിത്തരാം. നിന്റെ പ്രശ്നം ഞാൻ തീർത്തു തരാം. വ ഇല്ലാ തഫ്അൽ, നീ അതിന് തയ്യാറല്ലെങ്കിൽ മലഅ്തു യദൈക ശുഗ്ല, നിന്റെ ഇരു കൈകൾക്കും ഞാൻ പണി തരും. ഓവർ ടൈം അധ്വാനിക്കുന്നുണ്ടാകും, രാവിലെ നേരത്തെ പോകുന്നുണ്ടാകും, വൈകുന്നേരം വളരെ വൈകിയേ എത്തുന്നുണ്ടാകുള്ളൂ, ശനിയും ഞായറും പോലും ഒഴിവില്ല, ദിവസവും അധ്വാനിക്കുകയാണ്. പക്ഷേ വലമ്മ സുദ്ദ ഫഖറക, അതുകൊണ്ടൊന്നും നിന്റെ ദാരിദ്ര്യം വീടുകയില്ല, നിന്റെ കടം മാറുകയില്ല, നിന്റെ മകളുടെ കല്യാണം ശരിയാവുകയില്ല, നിന്റെ വീട് പണി പൂർത്തിയാവുകയില്ല, നിന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സഫലമാവുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നാം വിശ്വാസികളാവുക, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക, പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഐഹിക ജീവിതത്തിൻ്റെ നിസ്സാരതയും പാരത്രിക ലോകത്തിൻ്റെ വിശാലതയും ആ പാരത്രിക ലോകത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനാവശ്യമായ സൽക്രമങ്ങളിൽ മുഴുകണം എന്നതിൻ്റെ പ്രാധാന്യവുമൊക്കെയാണ് ഖുതുബയിൽ നാം ചർച്ച ചെയ്തത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ, മാറ്റിവെക്കാതെ, മാറി നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, നീട്ടിവെക്കാതെ അപ്പപ്പോൾ ചെയ്തു തീർക്കേണ്ടവനാണ് അവനെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. ഖുർആനിൽ പല സ്ഥലങ്ങളിലായി വസാരിഉ, നിങ്ങൾ നന്മയിലേക്ക് ധൃതിയിൽ കടന്നു വരണം, സാബിഖു, നിങ്ങൾ മുന്നിലെത്തണം, ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിൽ ഒന്നാമനാകണം. പ്രവാചകന്മാരുടെ സ്വഭാവം പറഞ്ഞിടത്ത് അവർ നമ്മോട് ധൃതിയിൽ കടന്നു വരുന്നവരായിരുന്നു നന്മയിലേക്ക് എന്ന് അല്ലാഹു പഠിപ്പിച്ചു. സൂറത്തുൽ മുഅ്മിനൂനിൽ മുഅ്മിനീങ്ങളുടെ ഗുണം പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയിൽ ധൃതി കാണിക്കുന്ന ആളുകളാണ്, വേഗത്തിൽ കടന്നു വരുന്ന ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനം ഖുർആനിൻ്റെ 56-ാം അധ്യായം സൂറത്തുൽ വാഖിഅയിലെ 10-11 ആയത്തുകളാണ്. അല്ലാഹു പറഞ്ഞു, വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, വസ്സാബിഖൂന അസ്സാബിഖൂൻ, മുൻകടന്നവർ മുന്നിൽ തന്നെയായിരിക്കും. അല്ലാഹു പറയാണ് വസ്സാബിഖൂന അസ്സാബിഖൂൻ, മുന്നിലുള്ള ആളുകൾ മുന്നിൽ തന്നെയായിരിക്കും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഫസ്സിറുകൾ പറഞ്ഞു, ആദ്യം പറഞ്ഞ വസ്സാബിഖൂൻ ഇഹലോകത്ത് നന്മയുടെ കാര്യത്തിൽ മുന്നിലുള്ളവർ എന്നാണ്. രണ്ടാമത് പറഞ്ഞ അസ്സാബിഖൂൻ പരലോകത്ത് സ്വർഗത്തിൽ പോകുന്ന കാര്യത്തിൽ മുന്നിലുള്ളവർ എന്നാണ്. അപ്പം എന്താണ് ആയത്തിൻ്റെ അർത്ഥം? വസ്സാബിഖൂൻ അസ്സാബിഖൂൻ, ഇഹലോകത്ത് നന്മയിൽ മുന്നിലുള്ളവർ പരലോകത്ത് സ്വർഗത്തിൽ പോകുന്ന കാര്യത്തിലും മുന്നിലുണ്ടാകും. ഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിലേക്ക് അടുപ്പം ലഭിച്ചവരായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസരങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഫാത്തിറിൻ്റെ 32-ാമത്തെ ആയത്തിൽ 3 വിഭാഗത്തെ പഠിപ്പിക്കുന്നുണ്ട്. അവസരം കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ മനുഷ്യരെ 3ആയി തരംതിരിക്കാം. അല്ലാഹു പറയുകയാണ്, സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്ത ആളുകൾക്ക് വിശുദ്ധ ഖുർആനിനെ നാം ഉടമപ്പെടുത്തി കൊടുത്തു. പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്തുന്നവരിൽ അവർ 3 വിഭാഗമായി തിരിഞ്ഞു. ഫമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് ളാലിമുൽ ലിനഫ്സിഹി, അവസരം കിട്ടിയിട്ടും നന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ടും നന്മ ചെയ്യാത്ത തിന്മ ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും മുഖ്തസിദ്, അല്പമൊക്കെ നന്മകൾ ചെയ്ത് അല്പമൊക്കെ തിന്മകൾ ഉപേക്ഷിച്ച് ജീവിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നന്മയിൽ മുന്നിലെത്തുന്നവരും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, ആ 3ാമത്തെ വിഭാഗത്തിലാണ് ഞാനും നിങ്ങളും ഉണ്ടാകേണ്ടത്. അവിടെ അല്ലാഹു പ്രത്യേകം പറഞ്ഞു ബിഇദ്നില്ലാഹ്, ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം മുന്നിലെത്തുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ വിശ്വാസികളെ ഞാനും നിങ്ങളും ഉണ്ടാകണം. അങ്ങനെ എത്തുന്നവരെ കുറിച്ച് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു, ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അത് മഹത്തായ ഭാഗ്യമാണ്, അത് വലിയ തൗഫീഖാണ്. എല്ലാവർക്കൊന്നും അതിന് സാധിക്കുകയില്ല. ആളുകളിൽ വളരെ കുറവായിരിക്കും നന്മയിലുള്ള ആളുകൾ എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു വ്യക്തി ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുവേ നിന്റെ ആ കുറഞ്ഞ ആളുകളിൽ എന്നെയും ഉൾപ്പെടുത്തണേ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടെ നിന്നാണ് നിനക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടിയത്? അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതിൽ നിന്നാണ് എനിക്ക് ആ പ്രാർത്ഥന കിട്ടിയത്. വഖലീലും മിൻ ഇബാദിയ ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ കുറവുള്ള ആളുകളിൽ ഞാനും ഉണ്ടാകാനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഫബക്കാ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. വഖാൽ, എന്നിട്ട് സ്വന്തത്തോട് തന്നെ പറഞ്ഞു, കുല്ലുന്നാസി അഫ്ഖഹു മിൻക യാ ഉമർ, ഉമറെ ആളുകൾക്കൊക്കെ നിന്നെക്കാളും വിവരണ്ട് ഉമറെ. എന്നിട്ട് അദ്ദേഹവും പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുവേ നിന്റെ ആ കുറഞ്ഞ ആളുകളിൽ നിനക്ക് നന്ദി കാണിക്കുന്ന, നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ഇബാദത്തുകളിൽ മുഴുകുന്ന, 5 നേരം നിസ്കരിക്കുന്ന, നന്മകളിൽ മുഴുകുന്ന ആ കുറഞ്ഞ അടിമകളിൽ എന്നെയും ഉൾപ്പെടുത്തേണമേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ അറിയുന്ന റബ്ബേ, അവർക്ക് നീ ആശ്വാസവും ശമനവും സൗഖ്യവും ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ
اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.